അതുകൊണ്ട് തന്നെ ഇന്നത്തെ പട്ടയ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ നിലനിൽക്കുന്നതിൻ്റെ പ്രശ്നമില്ല. എവിടെയാണെന്ന് വെച്ചാൽ എല്ലാം CHR ആണെന്ന് പറയുന്നത്. പക്ഷേ CHR എല്ലായിടത്തും ഇല്ല. അതിന് കൃത്യമായിട്ട് ഒരു മേഖല തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മേഖലയൊന്നും ഇന്ന് അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷനിലാണ് അവർ. 1983-84 കാലഘട്ടമൊക്കെ പരിശോധിച്ചാൽ 1 കിലോ ഏലക്കായുടെ വില എത്രയാണെന്നറിയാമോ? 800 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഇടയ്ക്കാണ് വിലയാണ്. നമുക്ക് ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രൂപീകരിക്കാൻ പിന്നീട് നമുക്ക് തയ്യാറായി. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് കാർഡമം ബോർഡ്. ഏലത്തിൻ്റെ ഉൽപാദനം, വികസനം, ഗവേഷണം, മാർക്കറ്റിങ്, ഇത്രയും കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് എക്സ്പോർട്ട് പ്രൊമോഷൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്പൈസസ് ബോർഡിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എക്സ്പോർട്ട് പ്രൊമോഷനാണ്. സ്പൈസസ് ബോർഡ് വന്നതോടെ ഏലകർഷകരുടെയും ഏലകൃഷിയുടെയും ഗതി അധോഗതിയിലേക്ക് മാറുകയാണ്. ഈ CHR എന്ന് പറയുന്നത് കാർഡമം ഹിൽ റിസർവ് ഏരിയ ഇപ്പം നമുക്ക് ഇടുക്കിയിലെ സംബന്ധിച്ചിടത്തോളം എന്നാ പറയുന്ന ഒരു പാരയായിട്ടും കൂടെ മാറിയിരിക്കുന്ന സംഭവമാണ് CHR എന്ന് പറയുന്നത്. പലർക്കും പട്ടയം കിട്ടുന്നില്ല. പക്ഷെ അന്ന് തിരുവിതാംകൂർ രാജാവ് ഏലകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ച് വിട്ടുകൊടുത്ത സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിർത്തി പറയുന്നത് ഇന്ന് ഉള്ള നമ്മുടെ ഉപ്പുതറ മേഖല മുതൽ ഏതാണ്ട് കമ്പത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ആ താഴ്വാരം ചെല്ലുന്നുണ്ടല്ലോ, അവിടെ മുതൽ ഉള്ളൊരു ഏരിയ ആണെന്നാണ് ഒരു പ്രപ്പോസൽ കിടക്കുന്നത്, ഇന്ന് നിലവിൽ കിടക്കുന്നത്. പക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു എന്നാ പറഞ്ഞ സ്ഥലത്തെ അളന്നിരിക്കാനോ അല്ലെ മാർക്ക് ചെയ്യാനോ ഇന്ന് വരുന്ന റവന്യൂവിന് കഴിഞ്ഞിട്ടില്ല എന്ന നിസ്സഹായാവസ്ഥ അവർക്ക് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പട്ടയ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ നിലനിൽക്കുന്നതിൻ്റെ പ്രശ്നമില്ല. എവിടെയാണെന്ന് വെച്ചാൽ എല്ലാം CHR ആണെന്ന് പറയുന്നത്. പക്ഷേ CHR എല്ലായിടത്തും ഇല്ല. അതിന് കൃത്യമായിട്ട് ഒരു മേഖല തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മേഖലയൊന്നും ഇന്ന് അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷനിലാണ് അവർ. ഓക്കെ, നമ്മുടെ ഈ കാർഡമം ഹിൽ റിസർവ് ഏരിയ വന്നപ്പോൾ തന്നെ അവർക്ക് വിട്ടുകൊടുത്ത സ്ഥലത്തോടൊപ്പം തന്നെ കുറച്ച് പുല്ലി എത്താനും വിറക് പെറുക്കാനും ഒക്കെ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കൂടെ ആ കൂട്ടത്തിൽ രാജാവ് കൊടുത്തിരുന്നു. അതാണ് ബഫർ സോൺ എന്നുള്ള രീതിയിൽ നമുക്കറിയാം. ബെൽറ്റ് ഏരിയ എന്നാണ് ഇന്ന് പട്ടയൊക്കെ എഴുതും പല പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ അങ്ങനെ വിട്ടതാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു വലിയ ഒരു ഇടപെടൽ, അന്നത്തെ നമ്മുടെ രാജഭരണത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേക സ്വാധീനം, ഇതെല്ലാം കൂടെ വന്നുകൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രൂപീകരിക്കാൻ പിന്നീട് നമുക്ക് തയ്യാറായി. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് കാർഡമം ബോർഡ്. ഈ കാർഡമം ബോർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊരു കൃഷിക്കാരൻ നിലയിലും ഒരു ഗവേഷകൻ നിലയിലും വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ ഏല മേഖലയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, കാർഡമം ബോർഡിന്റെ കാലഘട്ടം ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം. ഏതാണ്ട് 1983 ആയപ്പോഴത്തേക്കും കാർഡമം ബോർഡിന്റെ ഒരു ഇടപെടലാണ് ഈ രാജ്യത്തെ വിദേശ നാണ്യം, നമുക്കറിയാം ഇന്നത്തെ പോലെ ഒരു വിദേശ നാണ്യം മറ്റു പല മേഖലകളിൽ നിന്നും നമുക്ക് രാജ്യത്തിന് ഇല്ലായിരുന്നു. ഈ സ്പൈസസിന്റെ ഒരു വിദേശ നാണ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. നമുക്കത് വലിയ തോതിൽ കിട്ടിക്കൊണ്ടിരുന്നതും ഈ ഏലത്തിന്റെ ഒരു വിൽപ്പനയിലൂടെയാണ്. അപ്പോൾ ഈ കാർഡമം ബോർഡിന്റെ പ്രവർത്തനം സജ്ജമായതോടുകൂടി ഏലത്തിന് കൂടുതൽ പ്രാധാന്യം വരികയും ആളുകൾ ഒത്തിരി പേര് ഇതിലേക്ക് വന്നു ചേരുകയും ചെയ്തു. പക്ഷേ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഏതാണ്ട് ഈ കാർഡമം ബോർഡിന്റെ കാലഘട്ടത്തിൽ 80-85% ഈ നമ്മുടെ ഉൽപ്പന്നം എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ 1976 ഏലത്തിൻ്റെ കൂടുതൽ പ്രൊമോഷന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ CRS കാർഡമം റിസർച്ച് സ്റ്റേഷൻ പാമ്പാടുംപാറ നിലയിൽ വരികയാണ്. ഇവിടെ ഇടുക്കി ജില്ലയിൽ നമ്മുടെ ഈ പാമ്പാടുംപാറയിൽ നിലയിൽ വരികയാണ്. അവർ ഏലത്തിൻ്റെ ഗവേഷണ രംഗത്തേക്കുള്ള ചുവടുവയ്പായിരുന്നു. നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. അത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിനുശേഷം ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടം വരിച്ച 1978 ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലയിൽ വരികയാണ്. അതായത് ഏലത്തിന്റെ ഗവേഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന സ്ഥാപനവും അതുപോലെ തന്നെ കാർഡമം ബോർഡും പിന്നെ ഈ പറഞ്ഞ റിസർച്ചിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇതിൽ വരുന്ന ഒരു സെക്ടർ എന്ന നിലയിലാണ് ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഈ ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം എന്ന് പറയുന്നത്
3 പൈലറ്റ് സ്റ്റേഷനോട് കൂടിയാണ് ഇവർ ഈ റിസർച്ച് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. മെയിൻ സ്റ്റേഷൻ മയിലാടുംപാറ, ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തുനിന്ന് മൂന്നാറിന് പോകുന്ന വഴിക്കുള്ള മയിലാടുംപാറയിലെ സ്പൈസസ് ബോർഡിന്റെ കീഴിലുള്ള, ഇപ്പം ബോർഡിന്റെ കീഴിൽ, അന്ന് ബോർഡിന്റെ കീഴിലല്ലത് തുടങ്ങുന്നത്. അപ്പം ബോർഡ് 1986 രൂപീകരിക്കപ്പെടുന്നത്. ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു സംശയം കൂടെ ചോദിക്കും. ഇത്രയൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ നമ്മള് ഇപ്പൊ ധാന്യവിളകളാണ് നമ്മൾ ഭക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതുപോലെയുള്ള ഈ ഏലം എന്നുള്ളൊരു സ്പൈസസ് എന്തിനാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഇത്രയധികം വിലയുണ്ട് സാധനം. എന്നാൽ ഇതുപോലെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തിനാണ് ഇത്രയധികം? ഒരു ധാന്യത്തിനാണ് ഇത്ര പ്രാധാന്യം ഉള്ളത്, ഭക്ഷണത്തിനാണെന്ന് മനസ്സിലാവും. എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം ഏലക്കായ്ക്ക്? തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഒരു ചെറിയ ചരിത്രത്തിൽ കൊണ്ട് നമ്മൾ പുറകോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ പൂർണ്ണത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ക്രിസ്തുവിന് ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ആ കാലഘട്ടത്തിൽ പോലും ഭാരതത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ വെസ്റ്റേൺ കട്ടിൽ നിന്നുള്ള സ്പൈസസ്, പ്രത്യേകിച്ച് ഏലം, ഇത് പേർഷ്യൻ, ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന അന്നത്തെ പേർഷ്യൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ പേർഷ്യൻ രാജ്യങ്ങൾ വഴി മറ്റ് ലോകരാഷ്ട്രങ്ങളിലേക്ക് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. വലിയൊരു തുക കിട്ടുമായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ അന്ന് പ്രധാനപ്പെട്ട ആളുകൾ ഇതിന് വേണ്ടിയിട്ട് എന്നാ പറയുന്ന ഈ അത്തർ, നമ്മൾ ഇന്നത്തെ പറയില്ലേ സെന്റ് അല്ല അത്തർ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള സുഗന്ധ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അന്ന് മരുന്നിന് ഉപയോഗിച്ചിരുന്നു. ആയുർവേദ മരുന്നുകളുടെ ഒക്കെ, അന്നത്തെ പച്ചമരുന്നുകളുടെ ഒക്കെ കൂട്ടത്തിൽ ഇന്നും ഉപയോഗിക്കുന്നില്ലേ ആയുർവേദത്തിൽ? ഇത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ വരുന്നത്. ഈ ആയുർവേദം മരുന്നിന് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമല്ലേ ഈ വിഷമയം ചേർന്ന് കഴിയുമ്പോൾ റിജക്ട് ചെയ്ത്? നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഓക്കെ. കാരണം അന്ന് അസേറിയൻസ്, ബാബിലോണിയൻസ് ഈ രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ട് ഇവിടെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് വരാം നമുക്ക്. കാരണം വനത്തിൽ നിന്നും ശേഖരിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 10,000 വർഷത്തെ ഒരു പാരമ്പര്യം കിടക്കുന്നുണ്ട്. ഈ ഇവരുടെ 76 CRS വരുന്നു, 78 ഇന്ത്യൻ കാർഡമോം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു. അവരുടെ 3 പൈലറ്റ് സ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ തമിഴ്നാട്ടിലെ തടിയൻകുരിശി, സിക്കിമിലെ ഗാങ്ടോക്ക്, അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിലെ സക്ലേസ്പുരം, അവിടെ ഇങ്ങനെ ഒരു ഇത്രയും പൈലറ്റ് സ്റ്റേഷനോട് കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് ആരംഭിക്കുന്നത് കാരണം ഞാനിതിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നതിന് കാരണമുണ്ട്. ഇന്ന് ആ സ്ഥാപനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടും. വരുന്ന എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയും. ഈ സ്ഥാപനം വന്നതിന്റെ ലക്ഷ്യവും അതിന്റെ ഫംഗ്ഷനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഏതാണ്ട് 1.5 കോടി രൂപയുടെ ലൈബ്രറി ഉണ്ട്. 68 ഹെക്ടർ സ്ഥലമാണ് അവർക്ക് റിസർച്ചിന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. ജാംപ്ലാസ് ഉപയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ അതിന്റെ ഫംഗ്ഷനെ കുറിച്ച് പിന്നീട് വരും. അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നു. ഇത് കൂടാതെ നമുക്ക് ചരിത്രമായിട്ട് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എന്ന് പറയുന്ന ISR, അത് കോഴിക്കോടാണ്. അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരും ഏല മേഖലയിലെ ഗവേഷണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി പോകുന്നുണ്ട്. അതെ, ISR അല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, IISR. ഇത് കൂടാതെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം കൂടാതെ എല്ലാ ജില്ലയ്ക്കും ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ബാപ്പുജി കൃഷി വിജ്ഞാന കേന്ദ്രം ഇടുക്കിക്കുണ്ട്. അപ്പൊ എല്ലാ ജില്ലകൾക്കുമുണ്ട്. ഇത് കൂടാതെ കാർഡമം സെക്ടറിൽ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് കർണാടകയുടെയും തമിഴ്നാടിന്റെയും ഒക്കെ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഇതിനെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒന്ന് ഏകീകരിച്ച് പറയുന്നതിന്റെ കാരണം നമ്മുടെ ഈ കൃഷിയിലുണ്ടായ ഒരു പ്രാധാന്യവും ഇതിന് ഗവൺമെന്റ് കൊടുത്ത പ്രാധാന്യവും ജനങ്ങൾ കൊടുത്ത പ്രാധാന്യം ഇന്നത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയും തമ്മിലൊരു കമ്പാരിസൺ നമ്മൾ അടുത്ത സമയങ്ങളിലേക്ക് ചർച്ചയ്ക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആമുഖമായിട്ടൊന്ന് ചരിത്രത്തിലേക്ക് ഒന്ന് ബന്ധപ്പെടുത്തുന്നത്. അതിനുശേഷം ഇന്ത്യൻ കാർഡമം ഇൻസ്റ്റിറ്റ്യൂട്ടും ICRI, ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മൾ ആദ്യം പറഞ്ഞ കാർഡമം ബോർഡും ഇത് രണ്ടും കൂടി മെർജ് ചെയ്തുകൊണ്ട് പുതിയൊരു സ്ഥാപനത്തിന് രൂപകൽപ്പന ചെയ്തു. നമ്മുടെ ഭാരതത്തിന്റെ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പൈസസ് ബോർഡ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഫോം ചെയ്യപ്പെടുകയും അങ്ങനെ സ്പൈസസ് ബോർഡ് എന്ന് പറയുന്ന, അതായത് ഏലത്തിന്റെ ഉൽപാദനം, വികസനം, ഗവേഷണം,
മാർക്കറ്റിങ്, ഇത്രയും കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് എക്സ്പോർട്ട് പ്രൊമോഷൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്പൈസസ് ബോർഡിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എക്സ്പോർട്ട് പ്രൊമോഷനാണ്. ആ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സ്പൈസസ് ബോർഡ് 1986 രൂപീകരിക്കപ്പെട്ടത്. ഈ സ്പൈസസ് ബോർഡ് രൂപീകരിക്കുന്ന കാലഘട്ടം വരെയും ഏലകൃഷി രംഗത്തെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അവിടെ. അപ്പോൾ 1986 സ്പൈസസ് ബോർഡ് രൂപീകരിച്ചപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ കാർഡമം ബോർഡും ആ കൂട്ടത്തിൽ മെർജ് ചെയ്യപ്പെട്ടു, എല്ലാം കൂടെ ചേർത്തു. അതായത് എക്സ്പോർട്ട് പ്രൊമോഷൻ എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമാണ് അന്ന് സ്പൈസസ് ബോർഡിൻ്റെ ബൈലോയിലും അല്ലെങ്കിൽ രൂപീകരണത്തിലും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. അതുവരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ, കാർഡമം ബോർഡിൻ്റെ ആ ഒരു സ്വാധീനത്തിൽ ഏതാണ്ട് 80% മേളിൽ ഏലം കയറ്റുമതി ചെയ്തു. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 1987 ഞള്ളാനി ഏലം എന്ന് പറയുന്ന എൻ്റെ പേരിൽ അറിയപ്പെടുന്ന, എൻ്റെ വീട്ടുപേരിൽ അറിയപ്പെടുന്ന ഏലം ഞങ്ങൾ റിലീസ് ചെയ്തു. 87 അവസാന കാലഘട്ടത്തിലാണ്. ആ 86 വരെയും ഉണ്ടായിരുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് 3ആയിട്ട് ഈ കാലഘട്ടത്തെ വിഭജിക്കാം. ഒന്ന്, വനത്തിൽ നിന്നും ഇത് ശേഖരിച്ചിരുന്നൊരു കാലം, അതായത് 1852-56 കാലഘട്ടം വരെ വനത്തിൽ നിന്നാണ് ഈ സാധനം ശേഖരിച്ചിരുന്നത്. 2, മിഡിൽട്ടൺ സാഹിബിൻ്റെയും അതുപോലെ തിരുവിതാംകൂർ രാജാവിൻ്റെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ നമ്മുടെ ഇടുക്കി ജില്ലയിലും അല്ലെങ്കിൽ അന്നത്തെ ഈ എറണാകുളത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും കൂടെ ബന്ധപ്പെട്ട് വരുന്ന ഈ വെസ്റ്റേൺ ഈ ഹിൽ ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെ കർണാടകയിലെ മഞ്ജുരാവ് താലൂക്കും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടായി. അത് ശാസ്ത്രീയ കൃഷിക്ക് അടിത്തറ പാകി. അടുത്തത് 87 വരികയാണ്. അന്നത്തെ പ്രൊഡക്ഷനും റെസിസ്റ്റിംഗ് പവറും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ 1986 വരെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം അവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വെറൈറ്റി പുതിയതായിട്ട് രംഗപ്രവേശിച്ചത്. ഞള്ളാനി വെറൈറ്റി വന്നതോടുകൂടി എല്ലാ സമസ്ത മേഖലയിലെ ഏലകൃഷിയുടെ സമസ്ത മേഖലയിലും അല്ലെങ്കിൽ അനുബന്ധ മേഖലയുടെ മുഴുവൻ വലിയൊരു ചരിത്രം മാറിമറിയുകയാണ്. ഭാരതത്തിൻ്റെ ചരിത്രം ഈ കാര്യത്തിൽ മാറിമറിഞ്ഞതുപോലെ തന്നെ ഏലകൃഷി രംഗത്തെ 3ാമത്തെ അധ്യായം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ. ഈ കാർഡമം ബോർഡിനെ സംബന്ധിച്ചും സ്പൈസസ് ബോർഡിന്റെ രൂപീകരണത്തെ സംബന്ധിച്ചൊക്കെ ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. കഥ കേൾക്കുന്ന ഒരു ഫീലാ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ, ഞാൻ പറഞ്ഞല്ലോ, സുവർണ കാലഘട്ടം എന്ന് പറയാനായിട്ട് എനിക്ക് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. അതായത് 1983-84 കാലഘട്ടമൊക്കെ പരിശോധിച്ചാൽ 1 കിലോ ഏലക്കായുടെ വില എത്രയാണെന്നറിയാമോ? 800 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഇടയ്ക്കാ വിലയാണ് അന്ന്. അപ്പൊ ഇന്നത്തെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തോ, അതാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. എവിടെയാണ് ഇതിന്റെ കുഴപ്പം, ആരാണ് ഇതിന്റെ കുഴപ്പം ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് 1986 വരെയുള്ള ഹിസ്റ്ററി പരിശോധിച്ചാൽ, സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ നമുക്ക് 800 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഇടയ്ക്ക് 1 കിലോ ഏലക്കായ്ക്ക് നമുക്ക് കിട്ടിയിരുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. സ്പൈസസ് ബോർഡ് വന്നതോടെ ഏലകർഷകരുടെയും ഏലകൃഷിയുടെയും ഗതി അധോഗതിയിലേക്ക് മാറുകയാണ്. അപ്പൊ ഇന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു വിപ്ലവകരമായ മാറ്റവും ചരിത്രവും ഇവിടെ ആളുകൾ അറിയണം. നമ്മുടെ പഠനം, ഇത് പഠിക്കുന്ന കർഷകരായിക്കോട്ടെ, പൊതുസമൂഹത്തിൽപ്പെട്ട മറ്റ് കാറ്റഗറിപ്പെടുന്ന ആരും ആയിക്കോട്ടെ, എല്ലാവരും അറിഞ്ഞിരിക്കണം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അറിയേണ്ട കാര്യം. ഭാഗമായി മാറിയ ഏലത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആളുകൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ എന്താണ് നമുക്ക് പറ്റിയത്, ഇതെല്ലാം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും. ഇനി ഞള്ളാണിയുടെ ഒരു വിപ്ലവം എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യണം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്കത് കമ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഇത്രയും വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം സഹായിച്ച റെജി സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഇനി നമുക്ക് വരാം. ഇനി തീർച്ചയായിട്ടും കർഷകരെ എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കേണ്ട അറിവ് നമ്മൾ കൊടുക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളത് കൊടുക്കുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഈ സാറ് ഞങ്ങളുടെ ഒരു ഭാഗമായി മാറണം. തീർച്ചയായിട്ടും നമുക്ക് കർഷകരില്ലെങ്കിൽ നാടിൻ്റെ വികസനമില്ല, ഒന്നുമില്ല. എനിക്ക് ഞാനൊരു മലയാളി എന്ന് പറയുന്ന നമ്മുടെ ചാനലിലൂടെ എൻ്റെ ഈ പറഞ്ഞ നമുക്ക് നമ്മുടെ നിലവിൽ അറിഞ്ഞിരുന്ന അറിവ് അത് മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് ഞാനൊരു മലയാളി എന്ന് പറയുന്ന ഈ ചാനൽ അതിനു വേണ്ടിയിട്ട് തയ്യാറായി മുന്നോട്ട് വന്നു. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ചാനലിനോട് എനിക്ക് കടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിനെ എല്ലാവരും നെഞ്ചോടേറ്റ് അത് സ്വീകരിക്കണം. തീർച്ചയായിട്ടും
എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ചാനലാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഈ ചാനലിൻ്റെ ഒരുപാട് നന്ദി സാർ. എല്ലാമായിട്ടുള്ള ഡെന്നീസിനോട് ഞാൻ നന്ദി പറയാണ്. താങ്ക് യു. അപ്പൊ സാറും ഞങ്ങളുടെ വളർച്ചയിൽ പങ്കാളിയാവണം. തീർച്ചയായിട്ടും. അത് ഇനി അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് പ്രശ്നങ്ങളിലേക്കുള്ള ഏത് പാതയിലും ഞാൻ എല്ലാവരുടെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും കൂടെ തരികയാണ്. തീർച്ചയായിട്ടും. കാരണം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ആളുകളിൽ എത്തേണ്ടത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമല്ല, കാലഘട്ടത്തിന്റെ ആവശ്യം. നമ്മുടെ കർഷകർ അവരെ ഗവൺമെന്റ് വല്ല അറിയണം എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നെല്ലാവരും ഇരുട്ടിൽ തപ്പി ഓടുകയാണ്, ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, കുഴപ്പങ്ങൾ എന്താണ്, നാളുകളിൽ അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ നമുക്ക്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വ്യക്തത ആളുകളിൽ എത്തിക്കാൻ ഇത് സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വീണ്ടും കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.